വെൽക്കം ബാക്ക് ടു ഐഷ് ടോക്കീസ് യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് കോതമംഗലം വരെയും പോകുക. കോതമംഗലം എത്തണ്ട, നെല്ലിക്കുഴി വരെയും. അപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഒരു കട്ടിൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ഇവിടുത്തെ ഒരു റൂമിലേക്ക് കട്ടിലില്ല, അപ്പോൾ ഒരു കട്ടിൽ പർച്ചേസിങ് വ്ളോഗാണിത്. അപ്പം നമ്മൾ നമ്മുടെ ഫർണിച്ചേഴ്സും എല്ലാം എടുക്കുന്നത് നെല്ലിക്കുഴിയിൽ നിന്നാണ്. നമ്മൾ നെല്ലിക്കുഴിയിലേക്ക് കട്ടിലും കൂടി മേടിക്കാൻ വേണ്ടി പോകുക. അപ്പോൾ പോവാം. ഞങ്ങളപ്പോ 3 പേരും കൂടി അങ്ങനെ നെല്ലിക്കുഴിക്ക് കട്ടിൽ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ഇപ്പൊ 4 മണിയായിട്ടാ. ഇപ്പൊ അവിടെ എത്തുമ്പോ ഒരു 6 മണി 6:30 ആകുമായിരിക്കും. ഒന്നാമത് ശനിയാഴ്ചയും കൂടിയാണ്, ചിലപ്പോ ബ്ലോക്കും ഉണ്ടാവുമായിരിക്കും. പിന്നെ കുറെ ആയില്ല അച്ഛനെ വീഡിയോയിൽ കണ്ടിട്ട്. അച്ഛനപ്പ അങ്ങനെ എത്തിയിട്ടുണ്ട് വീഡിയോയില്. അച്ഛൻ അങ്ങനെ അപ്പൊ ഇന്ന് വീഡിയോയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോകാം. അപ്പൊ തന്നെ ലുലുവിന്റെ അങ്ങോട്ടേക്ക് യൂട്ടേൺ എടുക്കണതിന് മുമ്പായിട്ട് തന്നെ ബ്ലോക്കും തുടങ്ങിയിട്ടുണ്ട്. മഴയും ചാറ്റൽ മഴയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ ഒരു മഴയായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. നമ്മളപ്പോ ആലുവ എത്തിട്ടോ. ഇത്ര നേരം ബ്ലോക്കൊന്നും അങ്ങനെ ഉണ്ടായില്ല. ഇവിടെ എത്തിയപ്പോ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് യൂട്ടേൺ എടുക്കായിരുന്നു, പക്ഷെ ആ വഴിക്ക് വിടുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ ഈ പാലം കയറി ഇനി അപ്പുറം പോയിട്ട് റൈറ്റ് എടുത്ത് വേണം തിരിയാൻ. നമ്മളെ വഴി തിരിച്ചു വിട്ടതാ, പക്ഷെ ഇപ്പൊ ഭയങ്കര ബ്ലോക്കാണ്. ഈ വഴിക്ക് ഭയങ്കര ബ്ലോക്കിലാണ്. അങ്ങനെ വഴി തിരിച്ചു വിട്ടത് ഭയങ്കര ബ്ലോക്കുള്ള വഴിയിലോട്ടായി പോയി. കൊറേ നേരമായി. അച്ഛന്റെ വർക്ക് പരമായിട്ടുള്ള തിരക്കിലാണ്. അമ്മ അവിടെ ഇരുന്ന് ബാക്കിലിരുന്ന് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അമ്മ അങ്ങനത്തെ ആലുവ കഴിഞ്ഞിട്ടാണ്. ഇപ്പോഴാണൊന്ന് പിന്നെങ്കിലും ഒന്ന് ബ്ലോക്ക് മാറി കിട്ടിയത്. എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ട്. നമ്മൾ 1/2 മണിക്കൂർ ആലുവയിൽ ബ്ലോക്കിൽ കിടന്ന് അവിടെ നമ്മുടെ മൊത്തം സമയം പോയി. നമുക്ക് പെട്ടെന്ന് അവിടെ എത്തണം, അല്ലെങ്കിൽ അവിടുത്തെ കടയടച്ചു. നമുക്കിനി കൊണ്ടുവരാം. അപ്പൊ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. പെരുമ്പാവൂരെത്തി നമ്മളുടെ സ്ഥിരം ചായച്ചേട്ടന്റെ കടയിൽ കയറിയിട്ടുണ്ട്. മുസാഖാന്റെ ചായക്കട. ചായയും ഒക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ചായ ഇടണം. അതെ, നമ്മൾ ചായ കുടിക്കുകയാണ്. അച്ഛനും ചായ കുടിക്കുന്നുണ്ട്. നമ്മൾ ഉന്നക്കായ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പിന്നെ ഫേവറേറ്റ് സാധനമാണല്ലോ. ഞാനും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം ഉന്നക്കായ കഴിക്കാൻ. ഞങ്ങളപ്പോ അങ്ങനെ പെരുമ്പാവൂരിന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായി. ഇനി പെരുമ്പാവൂരിലെ ബ്ലോക്കിലാണ്. പെരുമ്പാവൂരിലെ ബ്ലോക്ക് കഴിഞ്ഞിട്ട് വേണം നെല്ലിക്കുഴി എത്താൻ. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാട്ടോ. ഓക്കെ. അപ്പൊ നമ്മളിതേ അങ്ങനെ നെല്ലിക്കുഴി എത്തിയേ. ഇവിടെ നിന്ന് അങ്ങോട്ട് 2 സൈഡും ഫുള്ള് ഫർണിച്ചറിന്റെ കടകളിലാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ നമ്മളുടെ ഫർണിച്ചേഴ്സ് മേടിച്ച ഒരു കടയുണ്ട്, അവിടെ കയറാനായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. കണ്ട, 2 സൈഡും ഫർണിച്ചേഴ്സ് ആണ്. കുറേ വെറൈറ്റി മോഡൽസും എല്ലാം നമ്മളിവിടെ കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. നമുക്കിനി അവിടെ കട എത്തിയിട്ട് കാണാവേ. 2 സൈഡും കണ്ട ഫുൾ ഫർണിച്ചേഴ്സ് ആണ്. നല്ല വെറൈറ്റി സംഭവങ്ങളാണ് ഇവിടെ. എല്ലാ ഷോപ്പിൽ വന്നാലും ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലായിടത്തും കേട്ടോ. അടിപൊളി സെറ്റീസും എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങനെ കിട്ടിയില്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച മോഡൽ ഇല്ല. പിന്നെ എനിക്കൊരു കസേരയും കൂടി മേടിക്കണം, ഒരു കുഷ്യൻ ടൈപ്പ്. പക്ഷെ അതുകൂടി ഇല്ല. അവരവിടെ നോക്കണേ. നമുക്ക് പിന്നെ മിറർ കണ്ടാൽ എവിടെയും ഇങ്ങനെ ഒന്ന് നിക്കണമല്ലോ. അമ്മക്ക് ഈ മിറർ വേണോന്നും പറഞ്ഞ് നോക്കിക്കൊണ്ട് വെക്കാം. ഇതാകുമ്പോ ഫുള്ള് ലെങ്ത്തിൽ കാണാന്ന്. ഞങ്ങളുടെ വീട്ടിൽ ഫുൾ ലെങ്ത്തിൽ കാണാനൊരു മിറർ ഇല്ല. മേടിക്കണുണ്ടാമ നോക്കാം. മേടിക്കൊന്നുമില്ല അല്ലേ. ഇത് ഡൈനിങ് ടേബിളാണ്. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഡൈനിങ് ടേബിൾ മേടിച്ചത്. ഇങ്ങനത്തെ ഞങ്ങൾ മേടിച്ചത് ഈ ടൈപ്പ് ഡൈനിങ് ടേബിൾ മേടിച്ചിട്ട് നമ്മളുടെ ഇഷ്ടത്തിന് അതിന്റെ മുകളിൽ ഗ്രാനായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്.
നമ്മൾ പറയണത് പോലെ കസ്റ്റമൈസ് ചെയ്ത് തരുവേ. അതാണ് ഇവിടെ എല്ലാ കടകളും നമ്മൾ പറയണ പോലെ കസ്റ്റമൈസ് ചെയ്ത് തരും. നമ്മളങ്ങനെ അതേ കട്ടിലിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടിലിനും പിന്നെ എനിക്കൊരു ചെറിയൊരു ഇത് കുഷ്യൻ ടൈപ്പ് സ്റ്റൂൾ വേണമായിരുന്നു. അപ്പൊ അതിനും അങ്ങനെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. കട്ടിലിന് നാളെ എത്തും. നാളെ സൺഡേ നാളെ കട്ടിലും വരും. മറ്റേ കുഷ്യൻ ടൈപ്പ് എന്തോ ചൊവ്വാഴ്ച എന്തോ ഒക്കെ ആകുമ്പോൾ വരും. അപ്പൊ അവരിവിടെ നിൽക്കൊണ്ടായി. അപ്പത്തേ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത കടയിൽ കയറിയൊക്കെയാണ്. ഇത് അമ്മക്ക് വേറൊരു ബാൽക്കണി ചെയർ നോക്കാൻ വേണ്ടി കയറിയേക്കുന്നത്. ഷോപ്പിൽ കയറിയൊക്കെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷോപ്പ് കഴിയുമ്പോൾ അടുത്ത ഷോപ്പിലോട്ട് ഇങ്ങനെ കയറി ഓരോന്ന് നോക്കാൻ. ചുപ്പയാണെങ്കിൽ ഇത് കണ്ടോണ്ട് നടക്കാൻ രസമാണല്ലോ. അങ്ങനെ കയറും. അപ്പതേ അച്ഛനവിടെ ഓരോന്നൊക്കെ ചോദിച്ചോണ്ട് നിൽക്കുക. അമ്മതേ അങ്ങനെ അവിടെ നിന്ന് നടന്നു പോകണുണ്ട്. അങ്ങനെയൊക്കെ കസേര ഇവിടെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. നോക്കിക്കൊണ്ടിരിക്കുക. അതിലൊക്കെ ഇരുന്ന് അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഒരു കണ്ണിലുടക്കിയിട്ടാ. നല്ല സെറ്റപ്പില്ലേ, നല്ലൊരു കംപ്ലീറ്റ് സെറ്റപ്പായിട്ട് ഒരു കംപ്ലീറ്റ് സെറ്റാണിത്. ഭയങ്കര ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ തന്നെ. നല്ല അടിപൊളിയായിട്ടുണ്ട്. നിറൊക്കെ ഉണ്ട്. നമ്മൾ അടുത്തടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരും ചെന്ന് ഇരുന്ന് നോക്കിയ കസേരകളിൽ ഇരുന്നിരുന്ന് നോക്കിയ രണ്ടുപേരും കൂടി. ഇവിടെ അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ചെയേഴ്സിൻ്റെ ഒക്കെ കുറേ കളക്ഷൻ ഉണ്ട്. എനിക്കെൻ്റെ കുഷ്യൻ ഇവിടുന്ന് കിട്ടി. കുഷ്യനായിട്ടുള്ള ഈ സ്റ്റൂൾ ഇവിടുന്ന് കിട്ടി. ഇനി അമ്മ ഇവർക്കുള്ള ബാൽക്കണി ചെയർ നോക്കുക. ഇത് അടിപൊളിയായിട്ടില്ലേ ഈ സംഭവം? അതെ, ഇത് അടിപൊളി ഒരു ക്യൂട്ടായിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. പിച്ച കുഷ്യനും കസേരയൊക്കെ അങ്ങനെ കയറ്റാം. കസേര വരുന്നതാണ് കേട്ടോ. അങ്ങനെ കസേരയൊക്കെ നമ്മൾ ഫ്രണ്ടിലാണ് കയറ്റുന്നത്. ഫ്രണ്ടിലല്ല, ബാക്കിൽ. അപ്പൊ ദേ നമുക്കിവിടെ കസേര നല്ല സേഫ് ആക്കി സെറ്റിലാക്കി തന്നിട്ടുണ്ട് കേട്ടോ. മറ്റത് ഡിക്കിയിലും വെച്ചിട്ടുണ്ട്, മറ്റേ സ്റ്റൂൾ ടൈപ്പ് സെറ്റ്. അങ്ങനെ കസേരയൊക്കെ മേടിച്ച് കട്ടിലിനൊക്കെ ഓർഡർ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക. ഇനി നേരെ വീട്. അങ്ങനെ ഞങ്ങളിത് ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വീടെത്തിയിട്ടോ. പിന്നെ വലിയ ഡിലേ ഇല്ലാണ്ട് തന്നെ എല്ലാം കിട്ടിയിട്ടോ. നമ്മൾ പോയപ്പോൾ തന്നെ വൈകിട്ടായെങ്കിലും വലിയ ഡിലേ ഇല്ലാണ്ട് തന്നെ എല്ലാം നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ